അതനുസരിച്ച് ജീവിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. പലരും എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഒരു അടിസ്ഥാനമില്ലാത്ത, ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരു മതമാണ് ഈ മുസ്ലിം മതം എന്ന് പറയുന്നത്. വ്യക്തമായൊരു കാതൽ നമുക്കറിയാം. ഏതൊരു ചിന്താഗതനായാലും പുസ്തക ചുരുളായാലും അതൊരു അടിസ്ഥാനമുണ്ടാവും, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും. പക്ഷേ ഈ മുസ്ലിം മതത്തിന് അതില്ല. ഈ ഫൗണ്ടേഷൻ ഇല്ലാത്തൊരു ഭവനം എങ്ങനെയാണോ അത് അടിസ്ഥാനം ഇല്ലാതെ ഇളകി മറിയുന്നത്, അതുപോലെയാണ് മുസ്ലിം മതത്തിൻ്റെ കെട്ടുറപ്പെന്ന് പറയുന്നത്. ഒരു ഭവനം പണിയുമ്പോൾ തന്നെ അടിസ്ഥാനം അത് ഉറപ്പില്ല എങ്കിൽ, അടിസ്ഥാനം ഒരു പൊളിഞ്ഞതാണെങ്കിൽ അത് മുകളിലോട്ടുള്ള അതിൻ്റെ പണികൾ അത് ഉറപ്പില്ലാത്തത് തന്നെ ആയിരിക്കും, ഏതു സമയവും പൊളിഞ്ഞു വീഴാം. അതുപോലെയാണ് മുസ്ലിം മതവും. അതിന് ഒരു അടിസ്ഥാനമില്ല. ഖുർആൻ ഒരു അടിസ്ഥാനമില്ലാത്ത പുസ്തകമാണ്, അടിസ്ഥാനമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മതത്തിന് ഒന്നിലും ഉറച്ചു നിൽക്കുവാനോ ഒന്നിലും ഉറച്ചു നിന്ന് സംസാരിക്കുവാനോ ആർക്കും അതിലേക്ക് ആകർഷിക്കപ്പെടുവാനുള്ള യാതൊരു തത്വമൂല്യതയും ഈ ഖുർആൻ ഇല്ല. അതാണ് മുസ്ലിം മതം എന്ന് പറയുന്നത്. ഈ മുസ്ലിം മതത്തിന് അടിസ്ഥാനമില്ലാത്തത് കൊണ്ടാണ് ഓരോരുത്തർ അവരുടെ ബുദ്ധിക്കനുസരിച്ച് സംസാരിക്കുകയും ബുദ്ധിക്കനുസരിച്ച് പഠിപ്പിക്കുകയും അവരുടെ ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അടിസ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണ്. ശ്രദ്ധിക്കൂ, നിങ്ങൾക്കറിയാമല്ലോ, മദ്രസയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്താ? അവർക്ക് ഭൂമി നന്മ ചെയ്യാനാണോ? അല്ല. പിന്നെ എന്താ പഠിപ്പിക്കുന്നത്? ഇസ്ലാം അല്ലാത്തവരെ ശത്രുക്കളെ ഹറാമായി കാണുകയും അവരെ കൊല്ലുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് മദ്രസയിൽ. ഈ വിഷം കുത്തിവയ്ക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ അത് തന്നെ എന്ത് ചെയ്യുന്നു? പഠിക്കുകയും അത് പ്രവർത്തിക്കുക പോലും ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുസ്ലിം മതത്തിലെ ഏകദേശം 10% കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 90% പേരും മറ്റു മതത്തിലുള്ളവരെ മനുഷ്യരായി അല്ല കാണുന്നത്, ശത്രുക്കളെ പോലെയാണ് അവർ കാണുന്നത്. കാര്യം എന്താണ്? അവർക്ക് അടിസ്ഥാനം ഒരു ഉറപ്പുള്ളതല്ല. ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ? അടുത്തവർ പഠിപ്പിക്കുന്നത് എന്താ? ഈ പുസ്തകത്തിനകത്ത് ഇല്ലാത്തതാണ് ഈ പലരും ഇത് പഠിപ്പിക്കുന്നത്. എന്താ പറയണത്? നിങ്ങൾ മറ്റു മനുഷ്യരെ കൊന്നാൽ സഹോദരനെ പോലും സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന പുസ്തകമുള്ള സമയത്ത് പഠിപ്പിക്കുന്നത് എന്താ? മറ്റുള്ളവരെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്നാ. ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെയും കൊല്ലുമ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ഒരു പേര് വിളിച്ചാൽ കൊല്ലുന്നത് കേട്ടോ. നിങ്ങൾ കൊന്നു കഴിഞ്ഞാലും അള്ളാഹു എന്ന് പറഞ്ഞിട്ടാണ് കൊന്നു കളയുന്നത്. കാര്യം എന്താ? അള്ളാഹു എന്ന് പറയുന്നത് ദൈവമല്ല, അതൊരു ഗോത്ര വർഗത്തിലെ ഒരു പിശാചിൻ്റെ പേരാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അള്ളാഹു എന്ന വാക്ക് ഉച്ചരിക്കുന്നവൻ്റെ അധരങ്ങളിലും അവരുടെ പ്രവൃത്തിയും കാടത്വവും ഗോത്രവർഗത്തിൽ പ്രവർത്തിക്കുന്ന കാട്ടുജാതികൾ പ്രവർത്തിക്കുന്നത് പോലെയാണ് ഇവന്മാരും പ്രവർത്തിക്കുന്നത്. കാര്യം ഇതെന്തല്ല, ഒരേ ദൈവികത്വം അല്ല ഈ അള്ളാഹു എന്ന് പറയുന്നത്. ദൈവം അങ്ങനെയാണ് പറയുന്നത് അല്ല. കൊല്ലാൻ പറയുന്നുണ്ടോ? പിന്നെ കൊന്ന് തള്ളാൻ പറയുന്നുണ്ടോ? രക്തങ്ങളുടെ അറപ്പ് വരാത്തതായി പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ ആവർത്തിച്ച് പറയാം, ഇത് ഗോത്രപിതാക്കന്മാരുടെ ഒരു എന്താ പറയുക, ഒരു കുടിയ ദേവ പൈശാചികമാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൊല്ലുമ്പോഴും കൊല്ലാൻ നിൽക്കുമ്പോഴും മറ്റുള്ളവരെ തകർക്കാൻ നിൽക്കുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് വിളിക്കാൻ പറയുന്നത്. എന്നറിയാവോ? അത് ഒരടിസ്ഥാനം ഉള്ളതല്ല. മറ്റു ഗ്രന്ഥങ്ങളെപ്പോലെ അല്ലെ ചിതറിക്കിടക്കുന്ന പുസ്തകത്താളുകളിലാണ് ഇവന്മാർ ഉറച്ചു നിൽക്കുന്നത്. പിന്നെ ഈ അബ്ദുള്ള പറയുന്ന വീഡിയോ കൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തു മോശയും അബ്രഹാമും മുസ്ലിം മതം സ്ഥാപിച്ചു എന്ന ഇത് മണ്ടത്തരമാണ് ഈ പുള്ളി പറയുന്നത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. എല്ലാം യേശു ക്രിസ്തു കൊണ്ടുവന്ന ഇസ്ലാമാണ്, മോസസ് പ്രവാചകൻ കൊണ്ടുവന്നത് ഇസ്ലാമാണ്, അബ്രാത്ത് കൊണ്ടുവന്നത് ഇസ്ലാമാണ്. ഈ ഇസ്ലാമിനെ ഇവിടെ കൊണ്ടുവരികയും അങ്ങനെ അതനുസരിച്ച് ജീവിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. പലരും കേട്ടല്ലോ, കണ്ടോ? അപ്പോൾ അബ്ദുള്ള പറയുന്നത് കണ്ടോ? യേശു ക്രിസ്തുവും മോശയും അബ്രഹാമും ഇസ്ലാം മതം സ്ഥാപിച്ചു എന്ന ഈ യേശു ക്രിസ്തുവിനോടും മോശയോടും അബ്രഹാമിനോടും ചേർത്തു നിർത്തപ്പെടുന്ന ഒരു ഇതാണോ ഖുർആൻ എന്ന് പറയുന്നത്? ഇസ്ലാമിൻ്റെ ചിന്തകളും ഇസ്ലാമിൻ്റെ
ആധികാരികതകളും ഈ യേശുക്രിസ്തുവുമായി, അബ്രഹാമുമായി, മോശയുമായി സാമ്യമുള്ള എന്തെങ്കിലും ഈ ഖുർആനിലോ ഇസ്ലാം മതത്തിലോ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവന്മാരുടെ പ്രത്യേക ചിന്ത ഉണ്ടോ? പഠിപ്പിക്കുന്ന ചിന്ത ഉണ്ടോ? യേശുക്രിസ്തു ഇത് സ്ഥാപിച്ചു എന്നുള്ളൊരു ചിന്ത അടിച്ചു കയറ്റുകയാണ്. യേശുക്രിസ്തുവിനെ കൊണ്ട് അബ്ദുള്ള പ്രത്യേകത ഉണ്ടോ? യേശുക്രിസ്തുവിനെ അതിൽ കൂടെ ഒന്ന് കയറ്റി വിട്ട് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആ ചർച്ചയെ കൊണ്ടുപോകാൻ അബ്ദുള്ള ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടു പോയി. ഈ അബ്ദുള്ളയോട് പറയാൻ എനിക്കുള്ളാവുന്ന ചിന്ത, അബ്ദുള്ളയെ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു ഇസ്ലാം മതം സ്ഥാപിച്ചിട്ടില്ല. മോശയും അബ്രഹാമും ഇസ്ലാം മതം സ്ഥാപിച്ചിട്ടില്ല. ഇവരൊക്കെ ദേശത്തിന് നന്മയും സന്തോഷവും ആശ്വാസവും കെട്ടുറപ്പും പകരുവാൻ വേണ്ടി വന്ന് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും ചെയ്യുന്നവരാണ് യേശുക്രിസ്തു. അല്ലാതെ താങ്കളെപ്പോലെ കൊല്ലാനും കൊന്നൊടുക്കുവാനും കൊല്ലുന്നവർക്ക് ജയ് വിളിക്കുകയും ചെയ്യുന്നൊരു പ്രസ്ഥാനമോ ഒരു പുസ്തകവുമല്ല വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഈ അബ്ദുള്ളക്കിന് ഒരു ഒരു വിവരം വരാൻ വേണ്ടിയിട്ട്, ബുദ്ധി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്ലാം മതം ഒരു കെട്ടുറപ്പില്ലാത്ത, ചിതറിക്കിടക്കുന്ന, പൊട്ടിയ മാല മുത്തുകൾ എങ്ങനെ ചിഹ്നമേ കിടക്കുന്നുവോ അതുപോലെയുള്ളൊരു പുസ്തകമാണ് ഖുർആൻ. അതിൽ വിശ്വസിക്കരുത്, അത് അപകടകമാണ്. ഈ ഖുർആൻ നാം വഴിതെറ്റിക്കും. മനുഷ്യന് സ്നേഹമില്ലാതാക്കി കളയുന്ന പുസ്തകമാണ് ഈ ഖുർആനും ഈ മുസ്ലിം മതവും. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.